ഹൈന്ദവ വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽ ബ്രഹ്മാവ്, വിഷ്ണു, പരമശിവൻ ഒരാളാണ് ശിവൻ. പ്രപഞ്ചത്തിന്റെ സംഹാരത്തിന്റെയും നാശം, പുനർനിർമ്മാണത്തിന്റെയും ദേവനായാണ് ശിവനെ കണക്കാക്കുന്നത്. സംഹാരമൂർത്തിയാണെങ്കിലും ഭക്തരോട് ഏറ്റവും വേഗത്തിൽ കനിയുന്ന അങ്ങേയറ്റം കാരുണ്യമുള്ള ദേവനായും യോഗികളുടെ നാഥനായും അദ്ദേഹം അറിയപ്പെടുന്നു. ശിവന്റെ കാരുണ്യവും ത്യാഗവും വ്യക്തമാക്കുന്ന ഒരു പ്രശസ്തമായ കഥയാണ് പാലാഴി മഥനം. നീലകണ്ഠനായ ശിവൻ. പണ്ട് ദേവന്മാരും അസുരന്മാരും ചേർന്ന് ജരാനരകൾ അകറ്റാനും മരണമില്ലാതിരിക്കാനുമുള്ള അമൃതം നേടിയെടുക്കാൻ വേണ്ടി പാലാഴി, പാൽക്കടൽ കടയാൻ തീരുമാനിച്ചു. മന്ധരപർവ്വതത്തെ കടകോലായും വാസുകി എന്ന സർപ്പരാജാവിനെ കയറായും ഉപയോഗിച്ചായിരുന്നു കടയൽ. എന്നാൽ വാസുകിയെ വലിച്ചു കടയൽ തുടങ്ങിയപ്പോൾ ആദ്യം ഉയർന്നു വന്നത് അമൃതമായിരുന്നില്ല, മറിച്ച് പ്രപഞ്ചത്തെ മുഴുവൻ ചാമ്പലാക്കാൻ കഴിവുള്ള ഹാലാഹലം എന്ന ഭയങ്കരമായ കാളകൂട വിഷമായിരുന്നു. വിഷപ്പുകയേറ്റ് ദേവന്മാരും അസുരന്മാരും ലോകത്തെ സകല ജീവജാലങ്ങളും നശിക്കുമെന്ന അവസ്ഥ വന്നു. ഭയം പിടിപെട്ട എല്ലാവരും ചേർന്ന് പരമശിവനെ ശരണം പ്രാപിച്ചു. ലോകത്തെ രക്ഷിക്കാൻ മഹാദേവൻ ഉടൻ തന്നെ അവിടെ എത്തി. അദ്ദേഹം ആ ഹാലാഹല വിഷം മുഴുവനായി തന്റെ കൈക്കുമ്പിളിലെടുത്ത് ഒറ്റ വലിക്ക് പാനം ചെയ്തു. ഇതുകണ്ട് ഭയന്ന പത്നി പാർവതീദേവി വിഷം ശരീരത്തിനുള്ളിലേക്ക് പോകാതിരിക്കാൻ ശിവന്റെ കഴുത്തിൽ ഇറുകെ പിടിച്ചു. വിഷം പുറത്തേക്ക് പോകാതിരിക്കാൻ സാക്ഷാൽ മഹാവിഷ്ണു വായയും പൊത്തിപ്പിടിച്ചു. അങ്ങനെ ആ കൊടിയ വിഷം ശിവന്റെ കഴുത്തിൽ തന്നെ തങ്ങി നിന്നു. വിഷത്തിന്റെ കാഠിന്യം കാരണം അദ്ദേഹത്തിന്റെ കഴുത്ത് ഇരുളുകയും നീല നിറമായി മാറുകയും ചെയ്തു. അന്നു തൊട്ട് പരമശിവൻ നീലകണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ലോകത്തിന്റെ നിലനിൽപ്പിനായി സ്വന്തം ജീവൻ പോലും പണയം വെച്ച ശിവന്റെ വാത്സല്യവും പരമമായ ത്യാഗവുമാണ് ഈ കഥ